ഫീസ് പറഞ്ഞത് അങ്ങോട്ട് $1,000 ഫീസ്, $1,000 വാടകയും ചെലവ്, ബാക്കി $2,800 ഡോളർ എന്ന് പറയുമ്പോൾ $1,40,000 ഫുക്കുവെക്ക് ഓസ്ട്രേലിയ ഫിക്സ്. ഹലോ സാറേ, ഞാനാ. എനിക്ക് ഓസ്ട്രേലിയ മതിയെന്നേ. ആരാ സാറേ ഞാനാന്ന്. ആരാന്ന്? സാറേ ഞാനാന്ന്. ആ നിങ്ങളുടെ പേര് പറയാന്നേ. സാറേ ഞാനാ, ന്യൂട്ടൺ. ഏത് ന്യൂട്ടൺ? സാറേ ഞാൻ രാവിലെ വന്നില്ലായിരുന്നോ? UK ഏജ് കെയർ കോഴ്സ് വിസ. സാറ് പറഞ്ഞില്ലേ ഓസ്ട്രേലിയ വിയർ കിട്ടാൻ നല്ലതെന്ന്. എനിക്ക് ഓസ്ട്രേലിയ മതിയെന്നേ. സാറ് ഇവിടുന്ന് വിസതാ. അതെ, നാളെ രാവിലെ വിളിച്ച് സംസാരിച്ചാ പോരെ? അപ്പൊ പാതിരാത്രി 1 മണിയായെന്നേ. 1 മണിയായോ? സോറി സാറേ, ഞാനേ നാളെ രാവിലെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ആ പാതിരാത്രി 1 മണിക്ക് വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് അവൻ്റെ ഒരു ഗുഡ് നൈറ്റ് മനുഷ്യൻ്റെ ഉറക്കം കളയാൻ വേണ്ടി. ഹലോ ഹലോ സാറേ, ഞാനാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ന്യൂട്ടൻ. സോറി സാറേ, ഇന്നലെ അത്രയും താമസിച്ചെന്ന് ഞാൻ വിചാരിച്ചില്ല. സമയമേ. അത് സാരമില്ല. ഒരു കാര്യം ചെയ്യ്, വരുമ്പം പാസ്പോർട്ടും ബാക്കിയുള്ള സർട്ടിഫിക്കറ്റും കൂടെ എടുത്തു. പിന്നെ ഒരു 10,000 രൂപയും കൂടെ. 10,000? അതെന്തിനാ? അത് ഞങ്ങളുടെ 1 ടൈം ഫീസാ. ഓക്കെ, എന്നാ ശരി, വരുമ്പം കാണാം. സാറേ, ഇതാണ് നമ്മുടെ പാസ്പോർട്ടും ബാക്കി സർട്ടിഫിക്കറ്റുകളും ഒക്കെ. സാറ് പറഞ്ഞ പോലെ. സാറേ ഇതേ ഈ ഭാഗത്ത് ഇതാണ് നമ്മുടെ സ്പോർട്സിന് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ. അപ്പം ഇത് വെച്ചുകൊണ്ട് സാറ് നമുക്ക് മറ്റേ വല്ല ഫീസിൽ വല്ല ഇളവോ അല്ലെ മറ്റേ സ്പോർട്സ് കോട്ട അതിൽ അഡ്മിഷൻ വല്ലതും കിട്ടുമോ? ന്യൂട്ടാ, സാറിന് ഇന്റർനാഷണൽ സ്റ്റഡീസിന് സ്പോർട്സ് കോട്ടയൊന്നുമില്ല. ഇല്ലേ? പിന്നെ സ്പെഷ്യൽ കാറ്റഗറി ലൈക്ക് റിസർച്ച് അങ്ങനെയുള്ളതിനാണ് സ്കോളർഷിപ്പ്. സ്പോർട്സ്മാനൊക്കെ അല്ലേ? സ്റ്റേറ്റോ ഡിസ്ട്രിക്റ്റോ? അല്ല, അങ്ങനെയല്ല. നമ്മുടെ അവിടെ പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ തവളചാട്ടം, ചാക്കിലോട്ടം, പിന്നെ സുന്ദരിക്കൊരു കൊട്ടുതൊടൽ, അതിനൊക്കെ നമ്മൾ തന്നെയാ ഫസ്റ്റ്. അതിന്റെ സർട്ടിഫിക്കറ്റുകളാണ് ഇതെല്ലാം. എന്റെ ന്യൂട്ടാ, ഈ ഊള സർട്ടിഫിക്കറ്റുകളൊന്നും നടക്കത്തില്ലെന്നേ. ഒരു കാര്യം ചെയ്യ്, ഈ പാസ്പോർട്ടിന്റെ കോപ്പിയും ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ച് നമുക്ക് ഏതെങ്കിലും നല്ലൊരു കോളേജ് അഡ്മിഷൻ എടുക്കാം. പിന്നെ 10,000 ഉള്ളതിലുണ്ടോ? അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇതെല്ലാം കൂടെ റിസപ്ഷൻ ലഭിച്ചേ. എന്റെ സാറേ, ഇവിടെ റിസപ്ഷൻ ഒന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, താനിതെല്ലാം കൂടെ ഇവിടെ വെച്ചോ, നമുക്ക് ശരിയാക്കാം. അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, ശരി സാറേ. ലോണും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ശരിയാക്കിയേക്കാം. ശരി എന്നാ. ഓക്കെ സാറേ, എന്നാ അപ്പൊ ശരി. ഹലോ, ന്യൂട്ടൺ അല്ലേ? സാറേ പറഞ്ഞോ. അതെ, ആ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് അടയ്ക്കാതെ നമുക്ക് വിസക്ക് അപ്ലൈ ചെയ്യായിരുന്നു. കോഴ്സ് തുടങ്ങുമ്പോൾ നമുക്ക് വിസ കിട്ടത്തുള്ളൂ. അല്ല സാറേ, വിസ വരാനപ്പോ എത്ര ദിവസം എടുക്കും? ചിലപ്പോ 90 days വരെ എടുക്കും. അത്രയും ദിവസം എടുക്കുവോ? അതിനു മുമ്പ് കിട്ടിയെന്ന് ഇരിക്കും ചിലപ്പോ. വീട്ടുകാർക്കൊക്കെ ഒരു സംശയം, പാർട്ട് ടൈം ഒക്കെ ചെയ്താൽ ഇത്രയും പൈസ കിട്ടുമെന്ന്. നമ്മൾ ഇത്രയും ലോണൊക്കെ എടുക്കുന്നതല്ലേ. ഒന്നും പേടിക്കണ്ട. 6 മാസം മുമ്പ് ഒരുത്തൻ 2 ഏക്കർ സ്ഥലം മേടിച്ചു. ശരിക്കും? പിന്നല്ലാതെ, നല്ല സ്കോപ്പാ. അവനാണെങ്കിൽ അവിടെ 3 പാർട്ട് ടൈം ജോലി ചെയ്യുന്നത്. ഒന്നും പേടിക്കണ്ട സാറേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പൈസ ഇട്ടേക്കാം. ഇന്ന് തന്നെ വിസയ്ക്ക് വെച്ചോ? ഇന്നിപ്പോ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ ആഴ്ച തന്നെ അപ്ലൈ ചെയ്തേക്കാം. ശരി സാറേ. ഓക്കെ, ശരി എന്നോട്ടാ.
ഹലോ. ആ പറഞ്ഞു കേട്ടാ. സാറേ വിസ വന്നായിരുന്നോ? ഇന്നലെ അല്ലേ വിസയ്ക്ക് വെച്ചത്. ഒരു 90 days വരെ എടുക്കും. ചിലപ്പോ നെക്സ്റ്റ് വീക്ക് കിട്ടിയെന്ന് വരിക്കും. ഓക്കെ ശരി എന്നാ. ഹലോ. സാറേ ഞാനാ ന്യൂട്ടനാ. ആ പറഞ്ഞു കേട്ടാ. സാറേ വിസ വന്നായിരുന്നോ? ആ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല 90 days വരെ എടുക്കുമെന്ന്. സാറല്ലേ പറഞ്ഞ് ഈ ആഴ്ച വരുമെന്ന്. ഞാൻ പറഞ്ഞത് ചിലപ്പോ വരുമെന്നാ പറഞ്ഞേ. എന്നാ ഞാൻ അടുത്ത ആഴ്ച വിളിക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം വിസ കഴിയുമ്പോൾ. ഓക്കെ ശരി എന്നാ. ഹലോ. ഓ ഒന്നുമില്ല സാറേ, ഇങ്ങനെ വെറുതെ ഇരിക്കുക. എന്നാ സാറേ? ശരിക്കും? താങ്ക് യു സാർ, താങ്ക് യു സാർ. അമ്മേ, മമ്മി, വിസ വന്നു. ചേട്ടാ ഞാനിവിടെ എത്തി. ഡഗ്ലസ് സാറ് പറഞ്ഞില്ലായിരുന്നു ഞാൻ ഇന്ന് വരുമെന്ന്. എന്റെ അടുത്ത് ആരും പറഞ്ഞില്ല നീ ഇന്നാ വരുന്നതെന്നൊന്നും. ഞാൻ ഇപ്പൊ കക്കൂസിലാ.